തേങ്ങ, കരിയാപ്പില, ഇഞ്ചി, മുളക് ഇത്രയും സാധനം ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് വെള്ളം ചേർക്കരുത്. തൈര് നമ്മൾ മാറ്റി വെച്ച തൈരിൽ നിന്നും ഒരു 1-2 സ്പൂൺ തൈരെടുത്ത് നമ്മൾ അരയ്ക്കണം. വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. നമ്മുടെ അരപ്പ് നമ്മൾ അരച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തൈരിലേക്ക് കോരി ഒഴിച്ച് മിക്സ് ആക്കാം കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കരുത്. ജാറ് കഴുകി ഒഴിക്കാനൊന്നും നിൽക്കരുത്. നമുക്ക് വളരെ നല്ല ഇച്ചിരി കൊഴുത്ത് ഇരിക്കേണ്ടതാണ് നമ്മുടെ ഇഞ്ചി തൈര്. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് മൊത്തം പഠിച്ച് എടുത്താൽ മതി. അതിനുശേഷം ഇത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. എണ്ണ താളിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. വെളിച്ചെണ്ണ, കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇടാം. കുറച്ച് പത്തലമുളകും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കയ്യാറിനെ കുറച്ച് കൊടുക്കാം. ചെറിയ തീയിൽ നമുക്ക് നല്ലതുപോലെ ഇരുന്ന് താളിച്ചെടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ തൈരിന് അല്പം പുളിയുള്ള തൈരാണ് ഇഞ്ചി തൈരിന് ഏറ്റവും നല്ലത്. നമ്മുടെ വയറിന് നല്ല സാധനമാണ്. ദഹനത്തിനും വയറിലുള്ള എല്ലാ അസ്വസ്ഥതകൾക്കുമൊക്കെ നല്ലൊരു സാധനമാണ് ഇഞ്ചി തൈര്. നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. പിള്ളേരൊക്കെ തൈരൊക്കെ കുടിക്കാൻ മടിയുണ്ടെങ്കിൽ നമുക്ക് അവർ നല്ല സ്വാദോടുകൂടി നമ്മൾ സദ്യകൾക്കൊക്കെ ഈ ഒരു വിഭവം സാധാരണ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് സദ്യകൾക്ക് തന്നെയല്ല, നമുക്ക് അല്ലാതെയും വെറുതെയും നമുക്കൊന്ന് ഉണ്ടാക്കി ചോറിൻ്റെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാൻ നല്ല സാധനമാണ്. അപ്പോൾ നമ്മുടെ കടുക് ഞാൻ തീ താത്തിയിട്ടാണ് ഇത് ആക്കുന്നതെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോവാതെ നമുക്കൊരു മൂത്ത് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വാങ്ങി നമ്മുടെ തൈരിലേക്ക് ഒഴിക്കാം. നമ്മുടെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മുളകിൻ്റെ കുത്തലൊക്കെ വന്നപ്പം ഒരു ചുമയൊക്കെ വേഗതിങ്ങി വന്നു. നമുക്ക് നമ്മുടെ ഇഞ്ചി തൈരിലേക്ക് നമുക്ക് നമ്മുടെ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കത് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഇളക്കാം കേട്ടോ. ഇതിനാവശ്യമായ ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട്.